ഇന്ത്യയുടെ അതിർത്തിയിലെ ബംഗാറിൽ ഒരു ബ്രിഗേഡിയർ ഒരു സർപ്രൈസ് വിസിറ്റ് നടത്തി. അയാൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാൻ്റെ പട്ടാള ക്യാമ്പിൽ നിന്ന് ഒരു വെടിയുണ്ട് ഈ ചായക്കൊപ്പ തകർക്കാണ്. ബ്രിഗേഡിയർ നോക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർ ആരും ഒന്നും സംഭവിക്കാത്തതായിട്ട് നിൽക്കുകയാണ്. അടുത്ത വെടി ചുവരിലെ ക്ലോക്ക് തകർത്തു. ബ്രിഗേഡിയർ ചാടി എഴുന്നേറ്റ് ദേഷ്യപ്പെട്ട് ഇവരെല്ലാം ഫയർ ചെയ്യാണ്. അത് കഴിഞ്ഞപ്പോൾ കമാൻഡിങ് ഓഫീസർ വളരെ ശാന്തതയോടെ പറഞ്ഞു, സാറേ അപ്പുറത്ത് ഒന്നുമില്ലാത്ത ഒരുത്തം വന്നിട്ടുണ്ട്. അവൻ ഇതുവരെ 6 ചായക്കൊപ്പ വെടിവെച്ചിട്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഈ ക്ലോക്ക് തകർത്തത്. നമ്മളിപ്പോൾ അവനെ വെടിവെച്ചിട്ട് കഴിഞ്ഞാൽ അവർ ഉന്നം അറിയാവുന്ന, വെടിവെക്കാൻ അറിയാവുന്ന ആരെങ്കിലും കൊണ്ടുവരും, നമുക്കത് പണിയാവും. ഈ കഥയൊക്കെ താഴെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്. ഇത്രയൊക്കെ ചൊറിഞ്ഞിട്ടും എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ നിങ്ങൾ തൊടാതെ വിട്ടിരിക്കുന്നു എന്ന ചോദ്യത്തിന് കിട്ടിയ മറുപടിയാണ് ഈ കഥ. കടപ്പാട് വാട്സപ്പ്. ഗവൺമെൻറ് സ്പോൺസേഡ് വോട്ട് ഫാക്ടറി ഉണ്ടെന്നുള്ളത് തെളിവടക്കം ഇന്നലെ രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചപ്പോൾ ആ കഥയെ ഞെരുക്കിക്കളയുന്ന വാട്സപ്പ് ഫാക്ടറിയുടെ കഥയാണ് ഇപ്പോൾ കേട്ടത്. ഇന്നത് ഗോസ്പലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊരു മുള്ളു കഥയാണ്. മുള്ളുകൾക്കിടയിൽ വീണ നല്ല വിത്തിൻ്റെ കഥയാണ്. ഒരു രാജ്യം മുഴുവൻ ഒരുമിച്ച് ചർച്ച ചെയ്യേണ്ട, പ്രതികരിക്കേണ്ട ഗൗരവമായൊരു വിഷയത്തെ ഈ മുള്ളു കഥകൾ ഇങ്ങനെ ഞെരുക്കിക്കളയാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മുടെ ഫോക്കസ് എത്തിക്കാതെ തിരിച്ചുവിടുന്ന ഇത്തരം മുള്ളു കഥകളെ നമ്മൾ പേടിക്കണം.